ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വളർത്തുന്ന അടുക്കളത്തോട്ടത്തിൽ നമ്മൾ വളർത്തുന്ന ചീര കൃഷി നല്ല രീതിയിൽ തഴച്ച് വളരാനും മുരടിപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നിൽക്കാനുമായിട്ട് നല്ല രീതിയിൽ തഴച്ച് വളരാനുമായിട്ടൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെറസിന് മേലെ വളർത്തുന്ന ചീര എന്ന് പറയുന്നത്. അപ്പോൾ ചീര നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് ഏറ്റവും കൂടുതലും വേണ്ടത് വെയിലാണ്. നമ്മൾ ഒരു 5 പരുവത്തിന് ശേഷം പറിച്ച് നട്ട് കഴിയുമ്പോൾ 3-4 ദിവസം തണലത്ത് വെച്ചാലും പിന്നെ മുഴുവനും വെയിലത്ത് തന്നെ വയ്ക്കുക. വലിയ ഇലകൾ ഉണ്ടാകാൻ വെയിൽ തന്നെ ധാരാളമാണ്. പറിച്ച് നട്ടതിന് ശേഷം, അതായത് ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നൽകാൻ പറ്റിയ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു വളത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചീരയിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു വളം കൂടിയാണ്. 5 ദിവസം ഇടവിട്ട് ഇത് അമ്മ കൊടുക്കാറുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. നമുക്കറിയാം കഞ്ഞിവെള്ളത്തിൽ എന്തുമാത്രം ഗുണമുണ്ടെന്നുള്ളത്. മണ്ണിനെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താനും മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാകുമ്പോൾ പറയേ വേണ്ട, എഫക്റ്റ് 2 ഇരട്ടിയായിരിക്കും. ഇനി വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഉലുവയാണ്. ഒരു പിടിയോളം ഉലുവ വേണം. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി ഇടണം. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമുക്കിത് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ചെടികളുടെ, അതായത് ചീരയുടെയൊക്കെ ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. വളരെ എഫക്റ്റുള്ള ഒരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറാണ്. മണ്ണിൽ ചീരയെ നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ സഹായിക്കും. അത് മാത്രമല്ല, ചീര, അതായത് സാധാരണ നമ്മൾ ചീരയൊക്കെ പെട്ടെന്ന് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തണ്ടോടെ ഒടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു വളം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം മണ്ണിൽ നല്ല രീതിയിൽ ഉറച്ചു നിൽക്കും. അത് മാത്രമല്ല, സ്റ്റെമ്മിനൊക്കെ നല്ല ബലമുണ്ടാകും, വലിയ ഇലകളുണ്ടാകും. ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, പുളിപ്പിച്ച കഞ്ഞിവെള്ളമായതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള അണുക്കളും അതിലേക്ക് പ്രവേശിക്കത്തില്ല. കഞ്ഞിവെള്ളം നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ചീരയ്ക്കെല്ലാം കൊണ്ട് നല്ലൊരു വളം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ അതൊന്ന് ട്രൈ ചെയ്യുക. ചീര വളർത്തുന്നവരൊക്കെ, ചീര കൃഷി ചെയ്യുന്നവരുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു വളമാണ്. ചീരയ്ക്ക് മാത്രമല്ല, കറ്റാർവാഴയ്ക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു വളമെന്ന് പറഞ്ഞാൽ. കറ്റാർവാഴയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും വളരെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.